കെ അനിൽകുമാറുണ്ട്, CPM സംസ്ഥാന സമിതി അംഗം. നമുക്കിപ്പം ശ്രീ അനിൽകുമാർ, കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യം അതാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയം നിങ്ങൾ ഉന്നയിച്ചേക്കാം, പക്ഷേ അതിനും അപ്പുറം പ്രായോഗികമായി ഉന്നയിക്കപ്പെടേണ്ട ജനങ്ങൾക്ക് പ്രാധാന്യമുള്ള മറ്റു വിഷയങ്ങൾ നിരവധിയില്ലേ? ആ ചോദ്യത്തിനിടയിൽ മാങ്കൂട്ടം വിഷയം ഒതുങ്ങിപ്പോവില്ലേ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രാമുഖ്യം മറ്റു വിഷയങ്ങളിലേക്ക് പോകും. അല്ല, മാങ്കൂട്ടം എന്ന് കേട്ടാൽ ഞെട്ടി ഉറയ്ക്കുന്ന ഒരു കോൺഗ്രസിനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം മാങ്കൂട്ട സമ്മേളനമാക്കും എന്ന ഭയത്തോടുകൂടി ബഹുമാനപ്പെട്ട ലിജു അടക്കമുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 6 നിയമങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ഈ നിയമനിർമ്മാണ സഭയിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാർ ഇതേവരെ നമ്മുടെ നിവേദനം അംഗീകരിക്കാത്തതിന്റെ ഭാഗമായിട്ട് വന്യജീവികൾ അത് ജനങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനും അതിനെ കൈകാര്യം ചെയ്യാനുമുള്ള അവകാശാധികാരങ്ങൾ ഈ കേരളം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകാ നിയമമാണ്. നിയമസഭ ചർച്ചയ്ക്ക് കാരണത്താൽ അത് അടയ്ക്കാൻ കഴിയാതെ വന്ന് ടെലിഫോൺ ലൈനിൽ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ അനിൽകുമാർ, താങ്കൾ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഒന്നുകൂടി ആവർത്തിക്കാം. ശ്രീ എം ലിജു, അനിൽകുമാറിൻ്റെ ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു വരുന്നത് തന്നെയാണ്. ഈ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിനപ്പുറം ഭരണപക്ഷത്തിന് സർക്കാരിന് ഉയർത്തിക്കാട്ടാൻ നിരവധി വിഷയങ്ങളുണ്ട് സഭയ്ക്കകത്ത്. കാരണം വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ബില്ലുകളുണ്ട്. അതുകൊണ്ട് അവർക്ക് ഭയപ്പെടാനൊന്നുമില്ല എന്നതാണ് സർക്കാരിൻ്റെ വേർഷൻ ഇക്കാര്യത്തിൽ. അതാണ് ഏറ്റവും നല്ല കാര്യം. ഇപ്പൊ അനിൽകുമാർ പറഞ്ഞു തുടങ്ങിയത് കേട്ടനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അവർ ഇത്തരം വിഷയങ്ങൾക്ക് അപ്പുറത്ത് അവർ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സർക്കാർ പാസാക്കിയ നിയമങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളുമാണെങ്കിൽ അതാണ് നിയമസഭയുടെ ദൗത്യം. ഞാൻ തീർച്ചയായിട്ടും ആ ഒരു വാദഗതിയോട് എനിക്ക് യോജിപ്പാനുള്ളൂ. അവർ ചെയ്ത കാര്യങ്ങൾ അവർ പറയട്ടെ, അപ്പോൾ അത് ചർച്ചയ്ക്ക് വിധേയമാകണം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ച് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഭരണപരാജയങ്ങളെ കുറിച്ച് പ്രതിപക്ഷത്തിന്റെ ധർമ്മം പ്രതിപക്ഷം നിർവഹിക്കണം. അതാണല്ലോ നമ്മളൊരു നിയമനിർമ്മാണ സഭയുടെ യഥാർത്ഥ ഉദ്ദേശവും ദൗത്യവും എന്നത് ഈ പറഞ്ഞതാണ്. സർക്കാർ ചെയ്ത കാര്യങ്ങൾ സർക്കാർ പറയുകയും സർക്കാരിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളും ക്രിയാത്മകമായി സംസ്ഥാനത്തെ മുന്നോട്ട് പോകേണ്ട കാര്യം. അതിനു പകരം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗോസിപ്പുകൾ ചർച്ച ചെയ്യാനുള്ള വേദിയാക്കി മാറ്റരുത്. അത് ആക്കിയിട്ടുള്ളവരാരാണ്? കേരള നിയമസഭയിൽ സോളാർ വിഷയം എന്ന് പറഞ്ഞ് കേരള നിയമസഭയെ ഗോസിപ്പിന്റെ കേന്ദ്രമാക്കി മാറ്റി അശ്ലീല ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയത് CPM അല്ലേ? ഞങ്ങളെ ആശങ്കപ്പെടുത്തി ഇപ്പൊ അനിൽകുമാർ പറഞ്ഞ രീതിക്കപ്പുറത്ത് നാളെ ചർച്ച വരുമ്പോ അത്തരം കാര്യങ്ങൾക്ക് പകരം ഇവിടെ തീർത്തും നിഷേധാത്മകമായ ഒട്ടും പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കും. ജനങ്ങളുടെ വിഷയം ഇതാണെന്നുള്ളത്, അതാണ് പ്രശ്നം. പോസിറ്റീവായിട്ട് പോകട്ടെ, അതല്ലേ ഏറ്റവും നല്ലത്. കേരളം ചർച്ച ചെയ്യട്ടെ, കേരളത്തിന് താല്പര്യമുള്ള വിഷയങ്ങൾ നിയമസഭ ചർച്ച ചെയ്യട്ടെ, അതല്ലേ ചെയ്യേണ്ടത്. അനിൽകുമാർ തുടരുന്നുണ്ട്. അനിൽകുമാർ കേട്ട് കഴിഞ്ഞാലോ കാണല്ലോ, ഗോസിപ്പ് ചർച്ച ചെയ്യാൻ ഭരണപക്ഷം ശ്രമിച്ചാലും ഞങ്ങൾ അതിന് മറുപടി നൽകും എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. നിങ്ങൾ ഗോസിപ്പ് ചർച്ച ചെയ്യാൻ ശ്രമിക്കുമോ? അങ്ങനെയുണ്ടോ? യെസ്, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ലഭ്യമല്ല. എന്തായാലും നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. സുപ്രധാനമായ നിയമസഭാ സമ്മേളനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കളമൊരുക്കൽ പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ആരംഭിച്ചു കഴിഞ്ഞു. ആലോചനകളും ചർച്ചകളും അനൗദ്യോഗികമായും ഔദ്യോഗികമായും നടക്കുന്നു. ഇതിനിടയിലാണ് സഭാ സമ്മേളനം. അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവാം. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടം അപ്രതീക്ഷിതമായ ഒരു വിഷയമാണത് കടന്നു വരുന്നത്. അതിൽ പ്രതിപക്ഷം എന്തായാലും ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്ത് എന്നത് പ്രസക്തമാണ്. സർക്കാർ വിഷയം ഉന്നയിക്കുമ്പോഴും മറ്റ് ഭരണ വിവാദങ്ങൾക്കിടയിൽ ഇതിനെ എങ്ങനെ സർക്കാരും ഏറ്റെടുക്കുമെന്നതും നിർണായകമായ കാര്യമാണ്. എന്തായാലും നാളെ സഭാ സമ്മേളനം ചേരും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇക്കാര്യത്തിൽ സ്പീക്കർ മാധ്യമങ്ങളെ കാണുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഒരു കാര്യം കൂടി, ഈ വിഷയത്തിൽ സഭാ സ്പീക്കറിനോട് നേരത്തെ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന് പങ്കെടുക്കുന്നതിൽ സാങ്കേതികമായ തടസ്സമില്ല എന്ന മറുപടിയാണ് ഇക്കാര്യത്തിൽ നേരത്തെ സ്പീക്കർ പറഞ്ഞത്. പക്ഷേ അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമല്ല മാങ്കൂട്ടം, രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറഞ്ഞ കത്ത് സ്പീക്കർക്ക് കൈമാറിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി നടക്കാൻ പോകുന്ന നടപടി എന്താണ്? സ്പീക്കറിൽ നിന്നും എന്ത് നീക്കമാണ് പ്രതീക്ഷിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്താൽ അദ്ദേഹത്തിന് മറ്റൊരു ഇരിപ്പിടം മാറിയിരിക്കാനുള്ള ഇരിപ്പിടം അനുവദിക്കാനായിരിക്കുമോ സാധ്യത? ഈ കാര്യത്തിൽ ഒരു സാങ്കേതികത്വം മാത്രമാണ് ബാക്കിയാകുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ UDFൻ്റെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്നു. അതുകൊണ്ട് തന്നെ പാർലമെൻ്ററി പാർട്ടി അംഗമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ
ഇനി അങ്ങനെ അവിടെ ഇല്ല, അങ്ങനെ ഒരു പദവിയിലില്ല എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിൻ്റെ കാരണമടക്കം പാർട്ടി രാഹുലിനെതിരെ എടുത്ത നടപടിയടക്കം വിശദീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കൂടിയായ പാർലമെൻ്ററി പാർട്ടി നേതാവ് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം സ്പീക്കറുടെ ഓഫീസിന് ഈ കത്ത് കൈമാറിയിരിക്കുന്നത്. ആ കത്ത് ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ എന്ന വണ്ണം സ്പീക്കർ സ്വാഭാവികമായി അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് UDFൻ്റെ ബ്ലോക്കിനൊപ്പമല്ലാതെ മറ്റൊരു വശം, അതായത് UDFൻ്റെ പിൻനിരയിൽ ഒരു സീറ്റ് രാഹുലിന് വേണ്ടി അനുവദിക്കുക എന്നതാണ് അതിൻ്റെ നോർമൽ രീതി. ആ രീതിയിലേക്ക് തന്നെയായിരിക്കും സ്പീക്കർ കടക്കുക. അത്തരത്തിലുള്ള ഇടപെടലായിരിക്കും സ്പീക്കറുടെ ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഇരിപ്പിടം എവിടെയായിരിക്കും, അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തായിരിക്കും, ഏതെങ്കിലും തരത്തിൽ ഭരണപക്ഷത്തിൻ്റെ MLA-മാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമോ ഉണ്ടായാൽ അതിനെ എങ്ങനെ ചെറുക്കും എന്ന ചോദ്യങ്ങൾക്കൊക്കെയുള്ള കൃത്യമായ മറുപടി സ്പീക്കർ N. ഷംസീർ തന്നെ ഇന്ന് നൽകും. അദ്ദേഹം തന്നെ ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തും. നിയമസഭയിലെ വാച്ച് ആൻഡ് വാർഡിൻ്റെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ നടുവിൽ അങ്ങനെ ഒരു പ്രകോപനം രാഹുൽ എത്തിയാലും ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതൊക്കെ ഒരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. കാരണം UDF ആ കാര്യത്തിൽ ഔദ്യോഗികമായി നടത്തിയ പ്രതികരണം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിഷേധമുണ്ടായാൽ സമാനമായ തരത്തിൽ കെ. മുരളീധരനൊക്കെ പറഞ്ഞതുപോലെ സമാനമായ തരത്തിൽ ഭരണപക്ഷത്തും ഇത്തരം ആരോപണങ്ങൾ നേരിട്ടവർക്ക് നേരെ പ്രകോപനപരമായ ഇടപെടൽ, അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ UDFൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത് ഉണ്ടാകാതെ ഇരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അതിനുള്ളൊരവസരം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ, മുതിർന്ന നേതാക്കൾ തന്നെ പലതവണ ആവർത്തിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് രാഹുൽ എത്തിക്കഴിഞ്ഞാൽ എന്താകും തുടർ നടപടികൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത സ്പീക്കറുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. പക്ഷേ രാഹുൽ എത്താനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം. ശരി, ഒരു സീൻ ഒഴിവാക്കാൻ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും ശ്രമിച്ചേക്കാം. പക്ഷേ 19 ദിവസമായി, ഇപ്പോൾ 20 ദിവസമായി അടൂരെ വീട്ടിൽ ഇരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹം ജനപ്രതിനിധിയാണ്, പാലക്കാട് MLA ആണ്. പക്ഷേ ഇതുവരെയും പുറത്തിറങ്ങുന്നില്ല. പ്രതിഷേധമാണ് ഭയപ്പെടുന്ന ഒരു കാര്യം. പക്ഷേ രാഹുലിൻ്റെ ഡാൻ ഒരു കാര്യം, കോൺഗ്രസുമായുള്ള കൂറ് വ്യക്തമാക്കുന്ന പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടം അല്പസമയം മുമ്പും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്നുണ്ടാവുന്നുണ്ട്. കാരണം താൻ മാത്രമല്ല ലക്ഷ്യമിടുന്നത്, തന്നെ മാത്രമല്ല ലക്ഷ്യമിടുന്നത് പ്രധാനപ്പെട്ട നേതാക്കളിലേക്കാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇക്കാര്യത്തിൽ പാർട്ടി അണികൾക്കുള്ള നിർദ്ദേശമെന്ന രീതിയിൽ ജാഗ്രത പുലർത്തണം എന്ന രീതിയിൽ കൂടിയുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ രാഹുൽ സജീവമാണ് അണിയറയിലും എന്നതാണ് നമുക്കറിയാം. സമൂഹ മാധ്യമങ്ങളിലൊക്കെ രാഹുലിന് വേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അത് ഏറ്റെടുക്കുന്നില്ല എന്നതാണ്. അല്പസമയം മുമ്പ് സണ്ണി ജോസഫ് കണ്ണൂരുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി മാധ്യമപ്രവർത്തകർ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹവും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഡാൻ, കോൺഗ്രസ് ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങൾ ഇനി വേണ്ട, നിയമസഭയിൽ വിഷയം വരുമ്പോൾ അപ്പോൾ പറയാം എന്ന സ്റ്റാൻഡാണോ സ്വീകരിക്കുന്നത്? കാരണം ഇത് ചർച്ച ചെയ്താൽ അത് രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുമെന്ന വിലയിരുത്തലാണോ കോൺഗ്രസ്? തീർച്ചയായിട്ടും. കാരണം ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു ആരോപണങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ആദ്യം പ്രചരിച്ച ഒരു സമയമുണ്ട്. അത് ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് ഒരു മാസം മുമ്പാണ്. ആ സമയത്ത് തന്നെ സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ നടത്തുകയും ഈ സംഭവങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുന്ന ചില തെളിവുകളടക്കം കണ്ടെത്തുകയും ആ തെളിവുകൾ ഇൻ്റലിജൻസ് മേധാവി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തിരുന്നു എന്ന ഒരു വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിനെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വവും കൃത്യമായി ബോധവാന്മാരാണ്. അതുകൊണ്ട് അങ്ങനെയൊരു ട്രാപ്പിലേക്ക് പോയി പെടാനുള്ള സാധ്യതയൊന്നുമില്ല. കൃത്യമായി രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വീഴ്ച എന്താണ് എന്ന് പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായി ഒരു തരത്തിലുള്ള നടപടികളും അല്ലെങ്കിൽ ഒരു പരാതികളും ഒരു പോലീസ് സ്റ്റേഷനുകളിലോ മറ്റ് കോടതികൾക്ക് മുമ്പിലോ ഒന്നും എത്തുന്നതിന് മുമ്പ് തന്നെ പാർട്ടി ഒരു നടപടി ഉറപ്പാക്കിയത് അവിടെ ഒരു പ്രതിരോധം തീർക്കുക എന്നൊരു ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പാർട്ടി പ്രവർത്തകരെയും താഴെത്തട്ടിലുള്ള നേതാക്കളെയും അത് അറിയിക്കുന്നതിൽ നേതൃത്വത്തിലുണ്ടായ വീഴ്ചയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ സൈബർ കടന്നാക്രമണങ്ങൾക്ക് വഴിവെച്ചത്. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോൺഗ്രസ് ഡിജിറ്റൽ ഹാൻഡിലുകളിലൂടെ തന്നെ രാഹുലിനെതിരെ ഇങ്ങനെയൊരു നടപടിയെടുക്കാനിടയായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ പാംഫ്ലെറ്റുകളടക്കം വലിയ തരത്തിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും കോൺഗ്രസ് വളരെ കരുതലാണ് ഈ വിഷയത്തിൽ. കാരണം രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അത് നിയമസഭയിലെ കോൺഗ്രസിൻ്റെ ആയുധമില്ലാതാക്കും. പ്രത്യേകിച്ച് സർക്കാർ വിവാദങ്ങൾ, ഭരണവിവാദങ്ങൾ സഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരണം. അത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണ്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉന്നയിക്കപ്പെടുന്നത് അത് ബോധപൂർവ്വം ഉന്നയിച്ചേക്കപ്പെടാം എന്നത് കൂടി കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇതിൽ നിലപാടെടുക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും എല്ലാ പ്രതികരണങ്ങളും നാളെ നിയമസഭയിൽ എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്.
ഇടവേളയാണ്, മടങ്ങി വരാം മറ്റൊരു വിഷയത്തിലേക്ക്.